എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മോളും മോളുടെ ഫ്രണ്ട്സും ഒക്കെ കൂടിയുള്ള എന്താ പറയുക, ഇന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് മോളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിതാണ്ട് ഇത്രയും അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇത്രയും ചിക്കനുണ്ട്. 2 കിലോയോളം ചിക്കൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു 4 സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചു. 1 കപ്പ് തൈര്, കുറച്ച് മിൽക്ക്, ഇത്രയും പാലെടുത്ത് വെച്ചിട്ടുണ്ടേ. അത് പശുവും പാൽ തന്നെയാണേ. പിന്നെ ഒരു 4 പച്ചമുളക്, ഇത്രയും ഇഞ്ചി, വെളുത്തുള്ളി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 3 തക്കാളി അരച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് മല്ലിയില. പിന്നെ മസാലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ജീരകപ്പൊടി, 2 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ദാണ്ട് കുറച്ച് കശുവണ്ടി, മുന്തിരിങ്ങ എല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില എടുത്ത് വെച്ചു. പിന്നെ വേണ്ട നമുക്ക് കുറച്ച് എന്താ പറയുക, പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, സജീരകം, അങ്ങനെ ഇതെല്ലാം കൂടി ഞാനത് ഒരു പാത്രത്തിലേക്ക് അതും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. എന്നിട്ട് ആദ്യം ഞാൻ ഒരു പാൻ എടുത്ത് അടുത്ത് വെച്ചു. നമുക്ക് ആദ്യം ചിക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് അത് ഞാനിത്തിരി പാൻ വെച്ചിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഞാൻ മറ്റൊരു ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം വെച്ചിട്ട് ഇനി അത് നമുക്ക് ഇതിനകത്ത് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതേണ്ട ആവശ്യമായിട്ട് ഉപ്പാണ് ഈ കിടക്കണത്. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം വെള്ളത്തിനകത്ത് ഉപ്പിച്ചിരി മുമ്പിൽ നിന്നാൽ മതിയേ. അപ്പം ചോറിനകത്ത്, ബിരിയാണിയുടെ ചോറിനകത്ത് കറക്റ്റായിരിക്കും ഉപ്പ്. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. അത് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പം അതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ വേണ്ട ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ കോരി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതായിട്ട് ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു എണ്ണയിൽ കോരി എടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ വഴറ്റി എടുക്കുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഇങ്ങനെ വഴറ്റി എടുക്കുന്നതിന് തന്നെയാണ്. അപ്പം ഇത് നന്നായിട്ട് നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ ഒന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ഈ രൂപത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പം നമുക്കിതിവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് ഞാൻ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഞാൻ അതിലേക്ക് ഇടുകയാണ്. കുറച്ച് മതി. ഒരു 75% ആകുമ്പോഴേക്കും നമുക്ക് ഈ അരിയെ ചോറ് 75% നമുക്ക് അരി ചോറായാൽ മതിയേ. അപ്പോൾ നമുക്കതിനെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് 70% നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിനി ഇതിനെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത സവാള ഇട്ട് വഴറ്റാം. അപ്പോൾ ഞാൻ അതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്തേക്ക് തന്നെ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഞാനിപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിനകത്തേക്ക് ഇടുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. മോളുടെ ഫ്രണ്ട്സ് വന്നതിൻ്റെ ബഹളം കേട്ടോ. അവൾക്ക് സഹിക്കുന്നില്ല. അവരൊക്കെ വന്നിരുന്ന എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴുള്ള അവളുടെ ഒരു അസൂയെന്ന് പറയത്തില്ലേ, അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ഞാൻ ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു. അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം. നമുക്കറിയാമല്ലോ, സവാള നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. സവാള ഞാൻ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ നന്നായിട്ട് ഉള്ളിയെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചുവയ്ക്കുന്നു കേട്ടോ.
ഇല്ല, തക്കാളി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതും നന്നായിട്ട് നമുക്ക് ഈ രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് മസാലകളൊക്കെ നമുക്ക് ചേർക്കണം കേട്ടോ. പിന്നെ മസാല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ബിരിയാണിക്ക് അനുസരിച്ച് വേണം മസാല കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതായത് നമ്മൾ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് മസാലകൾ മുളക് പൊടിയുടെ, മല്ലിപ്പൊടിയുടെ, മഞ്ഞൾപ്പൊടിയുടെ, ഗരം മസാലയുടെ, ജീരകപ്പൊടിയുടെ ഒക്കെ അളവ് കൂട്ടാം. കുറച്ചേ ഉള്ളുവെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇതിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ അനുസരിച്ചായിരിക്കും നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മസാലയും അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്തു. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കാം. ജൂലി ഭയങ്കര ബഹളം കേട്ടോ. കാരണം അവളുടെ ഫ്രണ്ട്സ് വന്നതിൻ്റെ ബഹളമാണ് അവൾ കാണിക്കണത്. അവൾ മുകളിലോട്ട് നോക്കി നിന്ന് അവൾ മുകളിലോട്ട് കയറിപ്പോത്തില്ല, റൂമിലൊക്കെ കയറിപ്പോത്തില്ല അവരുടെ. പക്ഷെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കുരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എടുക്കുന്നിട്ട് മാറത്തുമില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഇതേണ്ട മല്ലിപ്പൊടി ഇട്ടു ഞാൻ. അപ്പോൾ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിരിക്കണം. മല്ലിപ്പൊടിയും നന്നായിട്ട് വഴറ്റി ഞാൻ. ഇനി ഇത് ഇതിനകത്തേക്ക് ഗരം മസാല ഇട്ടു, മഞ്ഞപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ട് വരാം കേട്ടോ. ഇതായിട്ട് നമ്മൾ മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കുകയാണ്. വലിയ സ്പൂൺ 3 സ്പൂൺ തൈരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ചിക്കൻ ഇടാം. ചിക്കൻ വെന്ത് കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ അതെ, ഞാൻ ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധിക്ക്, ഉപ്പ് നോക്കാൻ മറന്നു പോകരുത്. അത് അത്യാവശ്യ കാര്യമാണ്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. ഇതാണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ ഇതിനകത്ത് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് വേവാൻ വെക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഈ സമയം കൊണ്ട് ഈ മല്ലിയില നമുക്കൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ അതാണ്ട് ഈ രീതിയിൽ ഞാൻ അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവായപ്പോഴേക്കും ഞാൻ അരിയെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ചിക്കൻ കറിയും എന്നാണ്ട് ഞാനിങ്ങനെ റെഡിയാക്കി നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ടേ ഞാൻ ആ ചോറ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ആ ചിക്കനെ എടുത്തിട്ടു. നമുക്കിനി ഇതിനേക്ക് നമുക്ക് കുറച്ച് വീതം ഈ അരിയും, ഇത് 3/4 വേവേ ആയിട്ടുള്ളൂ, ഒരു 75% വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതേണ്ടേ ലൈറ്റ് ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ചോറ് ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് നേരത്തെ ഞാൻ പാലെടുത്ത് വെച്ചിരുന്നില്ല. അതിനകത്തൊക്കെ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് തേണ്ടേ അതൊന്ന് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം പൈനാപ്പിൾ എസൻസ് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഒരു ബിരിയാണിക്ക് നല്ലൊരു, അപ്പോൾ അത് ഒരു പൈനാപ്പിൾ എസൻസ് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേണ്ടേ അതിനകത്തേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും നമ്മൾ കിസ്മിസും കൂടി എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഞാൻ ഇട്ടു. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ മല്ലിയില വിതറി, അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു. പിന്നെ വേണ്ടേ ഞാൻ നേരത്തെ എടുത്ത് വെച്ചല്ലോ സവാള വറുത്ത്, സവാള അതിൻ്റെ നെയ്യാണ് അതിനകത്ത് കാണുന്നത്. ആ സവാളയുടെ പുറത്ത് കാണിക്കുന്ന മൊത്തം നെയ്യാണ്. ഇതിന് ഇരുന്ന് റെഡി ആയപ്പോഴേക്കും ആ നെയ്യ് എല്ലാം അതിനകത്തേക്ക് പിടിച്ചു. നമ്മൾ നെയ്യിലല്ലേ വറുത്തെടുത്തത്. അപ്പോൾ അതേണ്ട സവാളയും ഞാൻ അതിലേക്ക് ഇട്ടു. അപ്പോൾ അതേണ്ട ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അടച്ചു വെക്കട്ടെ, ഫോയിലിംഗ് പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഞാനിങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാണ്ട് എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതേണ്ട ഞാനിതിനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ.
ഇതാണ് ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം എനിക്ക് ഈ ഇത് പിടിച്ചു തരുന്നത് മോളുടെ ഫ്രണ്ടാണ്. അപ്പം അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങളെ ഇതിനകത്ത് ചിക്കൻ കാണിക്കണ്ടേ നിങ്ങളെ? ഓ ഇതാണ്ട് കണ്ടോ എൻ്റെ ചിക്കനൊക്കെ കണ്ടോ. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ബിരിയാണി. കണ്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. ഇതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് സ്കൂളുകളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്ന് കൂടുന്നത് പോലും. അപ്പം എല്ലാവരും പറഞ്ഞു ടേസ്റ്റ് ഉണ്ട്, നല്ല ബിരിയാണി എന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും കൂടി കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു ചെറിയ ഒത്തുകൂടലും കൂടിയായിരുന്നു ഇത്. അപ്പം ആ ഒരു കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിച്ചത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള എല്ലാവരും കൂടിയുള്ള ഒരു ഫംഗ്ഷനായപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒപ്പം ഞാൻ ഇത് അവർക്കും സന്തോഷം, ഒപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന എനിക്കും വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഈ സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്കും കൂടി എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ.